ഒരു ചെറിയ പ്രശ്നം അമ്മയ്ക്കുണ്ട്. എവിടെ ചികിത്സ നടത്തുന്നത്? എവിടെ നോക്കാം ചികിത്സ? ജോയിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അമ്മയെ കൊണ്ടുപോയി ചികിത്സ നടത്തുകയൊക്കെ ചെയ്തത്. ജനറൽ ചെയ്യാം, അങ്ങനെ ചെയ്യാതിരിക്കുക കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു നല്ല ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് ആ മരുന്ന് സ്ഥിരമായി എത്തിക്കാനുള്ള സംവിധാനം ചെയ്താൽ മരുന്നിന്റെ ചീട്ട് വാങ്ങിച്ചിട്ട് ആ മരുന്ന് എല്ലാ മാസത്തേക്കുള്ള മരുന്ന് കൊടുക്കുക. ഡോക്ടറെ പോകാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒന്ന് കൂട്ടി ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കാതിരിക്കും. ഇന്ന് തന്നെ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നാളെ കഴിക്കും. അതാ ഇതെന്നാ അറിയിച്ചു. വീടാണ്. സങ്കടകരമായ സ്ഥിതിയാണ്. അമ്മ ഒറ്റയ്ക്കായി, സഹോദരിമാരൊക്കെ ദൂരെയാണുള്ളത്. അമ്മയ്ക്ക് താമസിക്കാനൊരു വീട് പോലും ഇല്ല. ആ സ്ഥലത്ത് വീട് പോലും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ സർക്കാർ വാക്ക് കൊടുത്തിട്ടുണ്ട്, സ്ഥലം കണ്ടുപിടിച്ച് വീട് വെച്ച് കൊടുക്കുന്നുള്ളൂ. അത് എത്രയും പെട്ടെന്ന് അവർക്ക് ചെയ്തു കൊടുക്കണം. പിന്നെ അവർക്ക് രോഗിയാണ് അവർ. അപ്പോൾ അവരുടെ ചികിത്സാ കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റിട്ടുണ്ട്. മുഴുവൻ കാര്യങ്ങൾ അവർ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി ആവശ്യമായ ചികിത്സ കൊടുക്കാനും ആവശ്യമായ മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ചികിത്സാ ചെലവുകൾ മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിൽ നിന്നൊരു പയ്യനുണ്ട്, ഒരു ജോലി കൂടി കൊടുക്കാമെന്നാണ് ഉറപ്പ് കൊടുത്തിരുന്നത്. ആ ജോലി കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ജീവിച്ചു പോകാൻ പറ്റും. വല്ലാത്ത പരിതാപകരമായ ഒരവസ്ഥയുണ്ട്. നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനകളുണ്ടായിട്ടും തിരിച്ചു വരാൻ പറ്റിയില്ല ജോലിക്ക്. കുടുംബത്തിൻ്റെ സ്ഥിതി കണ്ടപ്പോൾ അതിനേക്കാൾ സങ്കടകരമാണ്. എല്ലാവരും ചേർന്ന് അവരെ സഹായിക്കണം. നേരത്തെ പറഞ്ഞ മാതിരി ഒരു സുപ്രീം കോടതി വിധിയുണ്ട്, ഇങ്ങനെ മാലിന്യ നീക്കം ചെയ്യുന്നവർക്ക് നഷ്ടപരിഹാരം 30 ലക്ഷം രൂപയും കൊടുക്കണം. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന തുക കൂടാതെ ഒരു നല്ല തുക അവർക്ക് ആ സുപ്രീം കോടതി വിധി അനുസരിച്ചുള്ള തുക കൂടി അത് കൊടുക്കണം. സംസ്ഥാന സർക്കാരിനോട് കൂടുതൽ തുക കൊടുക്കാൻ ആവശ്യപ്പെടും. റെയിൽവേ ഉദ്യോഗസ്ഥരെ കൂടി നമ്മൾ MP ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് റെയിൽവേ കൂടി ബന്ധപ്പെടാൻ തീർച്ചയായിട്ടും ആവശ്യപ്പെടും. അതനുസരിച്ചിട്ട് MP വഴി റെയിൽവേയുമായിട്ട് കൂടി നമ്മൾ കണക്ട് ചെയ്യും. മറ്റൊരു അപകടം കൂടി ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ തലസ്ഥാന നഗരത്തിലെ നമ്മളിത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ല, ഇത് വന്നപ്പോഴല്ലേ ഇവരൊക്കെ പറഞ്ഞത്. അതിന് മുമ്പ് ഒരാഴ്ച മുമ്പല്ലേ ഞങ്ങൾ നിയമസഭയിൽ ഇതെല്ലാം പറഞ്ഞത്. മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താത്തത് തികഞ്ഞ കൃത്യവിലോപമാണ്. അതിന് മറുപടി പറയണ്ടേ? ഇലക്ഷൻ ആയതുകൊണ്ട് നടന്നില്ല. ഇലക്ഷൻ ആയതുകൊണ്ട് ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടോ? ആരെങ്കിലും വേറെ എന്തെങ്കിലും ജോലി ചെയ്യാതിരുന്നിട്ടുണ്ടോ? മന്ത്രി പറഞ്ഞ മറുപടിയാണ്. നിരുത്തരവാദിത്വപരമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പെരുമാറിയത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ വകുപ്പ് കിട്ടിയിട്ട് ആദ്യത്തെ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തേണ്ട സമയമായിരുന്നു. ദയനീയമായിട്ട് പരാജയപ്പെട്ടു കേരളത്തിലെല്ലായിടത്തും. അതുകൊണ്ടാണ് ഈ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത്. എന്തുമാത്രം പകർച്ചവ്യാധികളാണ്. മാലിന്യ കൂമ്പാരമല്ല. ഇപ്പോൾ ഇവർക്ക് ജോലിയെ കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര ടൺ മാലിന്യമാണ് അവരൊരു ദിവസം കൊണ്ട് നീക്കം ചെയ്തത്. അപ്പോൾ ചെയ്യാൻ പറ്റുമല്ലോ. ഇത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അനാസ്ഥയെന്ന് വെച്ചാൽ കുറ്റകരമായ അനാസ്ഥയാണ്. റെയിൽവേയുടെ ഭൂമിയാണെങ്കിൽ റെയിൽവേയും കോർപ്പറേഷനും തമ്മിലൊരു തർക്കം ഉണ്ടെന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ട് വരും. ഒരു സർക്കാരിൻ്റെ തന്നെ 2 ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ തർക്കം വരുമ്പോൾ ആരാണിത് പരിഹാരം ഉണ്ടാക്കേണ്ടത്? മന്ത്രി, ഗവൺമെൻറ് ഉത്തരവാദിത്വമില്ലേ? റെയിൽവേയും കോർപ്പറേഷനും തമ്മിലുള്ള തർക്കം ഒരു മീറ്റിങ്ങിൽ തീരുന്ന തർക്കമല്ലേ ഉള്ളൂ. ഒറ്റ മീറ്റിങ്ങിൽ തീരുന്ന തർക്കമല്ലേ ഉള്ളൂ. അവരുടെ ഭൂമിയിലേക്ക് ആർക്കും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരത് മാലിന്യം നീക്കം ചെയ്യണം. അവരെ മാലിന്യം നീക്കം ചെയ്യാനുള്ളൊരു ഡേറ്റ് തീരുമാനിച്ച് അത് ചെയ്യിപ്പിക്കണം. ചെയ്തില്ലെങ്കിൽ അതിൻ്റെ മീതെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിക്കണം. ഒരു ഗവൺമെൻറ്റല്ലേ ഉള്ളത്. ആ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരായിട്ട് റെയിൽവേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു യോഗം വിളിച്ച് ചേർത്ത് അത് സെറ്റിൽ ചെയ്യാനൊന്നും ഒരു ശ്രമവും നടത്തിയില്ല. എന്നിട്ടിപ്പോൾ റെയിൽവേ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിട്ട് എന്താ കാര്യം? ഇനി ആമയിഴഞ്ചാന്തൂരിൽ റെയിൽവേയുടെ സ്ഥലം ഇരിക്കുന്നിടത്ത് മാത്രമല്ലല്ലോ മാലിന്യം. ഈ ബോഡി കണ്ടെടുത്ത തകരപ്പറമ്പിൽ മാലിന്യ കൂമ്പാരമല്ലേ? തകരപ്പറമ്പ് റെയിൽവേയുടെ ഭൂമിയാണോ? പാർവതി പുത്തനാറ് റെയിൽവേയുടെ ഭൂമിയാണോ? ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നതാണല്ലോ. അവിടെ ഒറിജിനേറ്റ് ചെയ്യുന്ന മാലിന്യമല്ല ആണോ?
ആമയിലഞ്ചാം തോടിൽ റെയിൽവേയുടെ ഭൂമിയിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന മാലിന്യം അല്ലല്ലോ, അല്ല, വേറെ പല സ്ഥലങ്ങളിൽ നിന്നും ഒഴുകി അവിടെ എത്തുന്ന മാലിന്യമാണ്. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അസംബ്ലിയിൽ പച്ചക്കള്ളം മറുപടി തന്നു. 839 ഓടകൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് 139 അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. റെഡിയാക്കിയതാണ് ഈ കണ്ടത്. 100 കണക്കിന് ടൺ മാലിന്യം, 100 കണക്കിന് ടൺ മാലിന്യം എല്ലാ ഭാഗത്തും. അതെ, ഞങ്ങൾ പറഞ്ഞല്ലോ, കടകംപള്ളി സുരേന്ദ്രൻ്റെ അസംബ്ലി മണ്ഡലത്തിൽ 10 ദിവസം വെള്ളം കയറി കിടന്നു. ഞാനത് അസംബ്ലി പറഞ്ഞല്ലോ, കളക്ടറെ വിളിച്ച് പറഞ്ഞു, 10 ദിവസം ഒരു സ്ഥലത്ത് വെള്ളം കയറി കിടന്നു കഴിഞ്ഞാൽ ഏതു പകർച്ചവ്യാധിയാണ് വരാത്തത്. മാത്രമല്ല, ഈ മാലിന്യങ്ങളിൽ മനുഷ്യ വിസർജ്യമാണ് ഏറ്റവും കൂടുതൽ.